ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേഭി അനാസക്തം ചിത്തം ഭവതി ബത വിഷ്ണോ കുരതയാം ഭവത്പദാംഭോജസ്മരണരസികോ നാമ നിവഹാൻ അഹങ്കായം ഗായം കുഹചന വിവത്സ്യാമി വിജനേ. ദശകം 3-ലെ 2-ാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. ഇത് വളരെ കഷ്ടതരമായ രീതിയിൽ വേദന കൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന നമ്മുടെ ആചാര്യൻ്റെ ഒരു ദയ അല്ലെങ്കിൽ ഒരു കഷ്ടത ചൊല്ലുന്ന കാര്യമാണ്. ഗുരുവായൂരപ്പ ഭഗവാനെ, രോഗഗ്രസ്തനായ എനിക്ക് വേദന സഹിക്കാൻ ആവാതെയായിരുന്നതിനാൽ എൻ്റെ മനസ്സ് അങ്ങയുടെ പാദസേവനം ചെയ്ത് രസിക്കാൻ പോലും കഴിയുന്നില്ല. വളരെ കഷ്ടമാണ്. വിഷ്ണുദേവ, അങ്ങയ്ക്ക് എൻ്റെ ദീനതയിൽ ദയ തോന്നണമേ. അങ്ങയുടെ ഭജനം പൂർത്തീകരിക്കാനാവാതെ വന്നാലും വല്ല വിജനസ്ഥലത്തും താമസിച്ച് നാമകീർത്തനം ചെയ്തും അങ്ങയുടെ ഗുണഗണങ്ങൾ പാടിക്കൊണ്ടും ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. വ്യാധി ശമിപ്പിക്കാനായി ഭജനത്തിനെത്തിയ ആചാര്യൻ വേദന സഹിക്കവയ്യാതെ ആണ് ഈ വരികൾ എഴുതുന്നത്. ഭജന പൂർത്തി വരുത്താതെ ഗുരുവായൂരിൽ നിന്ന് പോകേണ്ടി വരുമോ എന്ന് ആചാര്യന് ആശങ്കയുമുണ്ട്. എവിടെ വസിക്കാൻ ഇടവന്നാലും ഭഗവത് പാദസേവ ചെയ്യുന്നതിനും നാമകീർത്തന ആലാപനത്തിനും ആചാര്യൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഭഗവാനോട് യാചിക്കുന്നത്. അതിന് ഭഗവാന്റെ കൃപ ഉണ്ടാകണമേ എന്നും അഭ്യർത്ഥിക്കുന്നു. തൻ്റെ രോഗനിവാരണത്തിനും ഭക്തി സംഭവിക്കുന്നതിനും ഭഗവാനോട് കേണ് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് രോഗശാന്തി വരുത്തണമെന്നുള്ള ആഗ്രഹമാണ്. രോഗക്ലേശം കൊണ്ട് ക്ഷേത്രവാസം മതിയാക്കി പോകേണ്ടി വരുമോ എന്ന ആശങ്കയ്ക്ക് ഇടം കൊടുക്കുന്നത്. തീരെ വയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഭജനം നടത്താനും വയ്യ ഗുരുവായൂരപ്പ എന്ന് ക്ലേശിക്കുന്നു, ഭഗവാനോട് യാചിക്കുന്നു, ശങ്കിക്കുന്നു, പേടിയൊക്കെയുണ്ട്. ഇടയ്ക്ക് നിർത്തേണ്ട വരുമോ എന്നൊക്കെ. പിന്നെ തീരുമാനിക്കുന്നു, അങ്ങനെ വന്നാൽ എവിടെയെങ്കിലും വെച്ച്, ഇപ്പോൾ ആതുരാലയത്തിലായിരിക്കാം, വീട്ടിലായിരിക്കാം, എവിടെയും ആയിക്കോട്ടെ, ഭഗവത് ഭജനം തുടരണമെന്നുള്ള ആഗ്രഹമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഇവിടെ ക്ലേശം ഭക്തിയെയും ഭക്തി ക്ലേശത്തെയും, അതായത് രോഗമാണോ ഭക്തിയാണോ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നമുക്കറിയില്ല. ആരെ തോൽപ്പിക്കുമെന്നറിയത്തില്ല. എങ്ങാനും തോൽക്കേണ്ട വന്നാലും ഭക്തി തോക്കരുത്, എൻ്റെ ക്ലേശം ജയിക്കണം. അതായത് ഞാൻ മരിച്ചാലും അല്ലെങ്കിൽ എൻ്റെ രോഗദുരിതം മാറിയില്ലെങ്കിലും എൻ്റെ ഭക്തി തോക്കാതെ എന്നിൽ തന്നെ കുടികൊണ്ടിരിക്കണം എന്നാണ് ആചാര്യൻ യാചിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ജീവിത അവസ്ഥകളും. ഓരോരോ ദുരിതങ്ങളും ഓരോരോ ദുഃഖങ്ങളും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. രോഗമാവാം, സന്താനമാകാം, വിദ്യാഭ്യാസമാകാം, എന്തുമായിക്കോട്ടെ, ഭഗവാനോട് യാചിച്ചാൽ, ഗുരുവായൂരപ്പനോട് യാചിച്ചാൽ ഒരിക്കലും നമുക്ക് ദുഃഖിക്കേണ്ടതായി വരില്ല. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമോ നാരായണായ.